നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗലും ജർമ്മനിയും തമ്മിൽ ഏറ്റുമുട്ടാൻ പോവുകയാണ്. സെമി ഫൈനൽ മത്സരം. ആ കളി നടക്കുന്നത് നാളെയാണ്. നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 അലിയൻസ് അരീനയിൽ മ്യൂണിക്കിൽ ഈ കളി നടക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ പോർച്ചുഗീസ് കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് ചോദിക്കുന്നു, ക്രിസ്ത്യാനോ റൊണാൾഡോ എത്ര കാലം കളിക്കും, അദ്ദേഹം അടുത്ത വേൾഡ് കപ്പിന് ഉണ്ടാകുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറയുന്ന മറുപടി നോക്കുക. സ്പോർട്സ് ടി വിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു, ക്രിസ്ത്യാനോയുടെ കാര്യത്തിൽ അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും വളരെയധികം മോണിറ്റർ ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. പക്ഷേ നമ്മൾ ക്രിസ്ത്യാനോയുടെ കാര്യം പറയുമ്പോൾ പല താരങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. പിന്നെ എത്ര കാലം ക്രിസ്ത്യാനോ കളിക്കുമെന്ന് ചോദിച്ചാൽ അത് കാലാവസ്ഥാ പ്രവചനം പോലെയാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള അഭിപ്രായമുണ്ടാകും. പക്ഷേ കൃത്യമായിട്ട് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാനും പറ്റില്ല. ഇപ്പോൾ നോക്കുക, ആർക്കും പ്ലാൻ ഇല്ല. നോ വൺ ഹാസ് എ പ്ലാൻ. ഈവൻ ക്രിസ്ത്യാനോക്ക് പോലും കൃത്യമായിട്ടൊരു പ്ലാൻ ഇല്ല എന്ന് റിട്ടയർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ എത്ര കാലം കളിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ റോബർട്ടോ മാർട്ടിനസ് പറയുന്നത്. അടുത്ത വേൾഡ് കപ്പിന് എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മുന്നിൽ ഡോർ ഓപ്പൺ ആണ് എന്ന് പറയുന്ന അദ്ദേഹം ക്രിസ്ത്യാനോ ജൂനിയറുടെ കാര്യത്തിലും ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. റോബർട്ടോ മാർട്ടിനസ് ക്രിസ്ത്യാനോ ജൂനിയറെ കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ നൈസായിട്ടുള്ള കാര്യമാണ്. ജൂനിയറുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ അണ്ടർ-15 ഗെയിമിനൊക്കെ ഇത്രയധികം മീഡിയ ശ്രദ്ധ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് അവനെ കൊണ്ട് മാത്രമാണ്. സോ നമ്മൾ അവന് കുറച്ച് സ്പേസ് കൊടുക്കേണ്ടതുണ്ട് എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നത്. എന്താ ക്രിസ്ത്യാനോയെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ടീമിന് മുന്നോട്ട് പോകാൻ പറ്റുമോ? അതില്ല. എല്ലാ താരങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ടെന്ന് തന്നെ കോച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇവിടെ മോട്ടോ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിംഗ് റൂമിൽ വളരെ ക്ലാരിറ്റി ഉണ്ട്. സ്ട്രാറ്റജി ബേസ്ഡ് ആണ്. ഓപ്പണൻ്റ് എന്താണ് അതനുസരിച്ചാണ് നമ്മുടെ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. അതൊരു പ്ലെയറെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല. നമുക്ക് യൂറോപ്പിലെ ബെസ്റ്റ് പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ക്ലിയർ പ്ലാൻ ഇല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ കപ്പാസിറ്റി അതുപോലെ തന്നെ ഈ കളക്റ്റീവ്ലിയുള്ള ടീമിൻ്റെ മികവ് ഒന്നും എൻഹാൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായ വ്യക്തമായ പ്ലാനോടെയാണ് ടീം മുന്നോട്ട് പോകുന്നത് എന്ന് കൂടി റോബർട്ടോ മാർട്ടിനസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.